പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് വിശുദ്ധായ സ്നേഹമുള്ള സുവിശേഷത്തിൽ വിവരിക്കുന്ന ഒരു സംഭവം, പാപിനിയായ ഒരു സ്ത്രീയെ യഹൂദന്മാരുടെ പ്രമാണിമാര് വിളിച്ചുകൊണ്ടുവരികയാണ്. ഇവിടെ പാപം ചെയ്യുന്നത് അവസരത്തിൽ ഞങ്ങൾ സാക്ഷികളാണ്, ഇവിടെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്, മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണ്. അതുകൊണ്ട് യേശു എന്താണ് പറയുക എന്നറിയാൻ വേണ്ടിയിട്ട് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കല്ലെറിയുന്നതിന് മുമ്പ് ഗുരുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഗുരുവിന്റെ ഉപദേശം തേടാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ കൈകളിലെല്ലാം കല്ലുണ്ട്. അവർ വിചാരിച്ചത് ഗുരു പറയും കല്ലെറിഞ്ഞ് കൊന്നു. ഞാൻ ഉടനെ ഇവിടെ കയ്യിലുള്ള കല്ലുകൾ എറിഞ്ഞ് അവളെ കൊന്നുകളയാം, അതായിരുന്നു അന്നത്തെ നിയമം. അപ്പോൾ യേശു അധികമൊന്നും സംസാരിച്ചില്ല. യേശു ഇതിലോട്ട് എഴുതുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ. ശുവാർന്ന് പറയണ കല്ലെറിഞ്ഞ് കൊല്ലണോ വേണ്ടിയോ ഒന്നും പറഞ്ഞില്ല. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ എന്ന് യേശു പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു നോക്കി. അപ്പോൾ ഓരോരുത്തരായിട്ട് സ്ഥലം വിട്ടിരിക്കുകയാണ്. അവസാനം യേശു ആ സ്ത്രീയോടെ അവശേഷിച്ചു. ആ സ്ത്രീയോട് യേശു പറയുകയാണ്, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല, ഈ സമാധാനത്തോടെ പോകുക, നീ ഇനിമേലിൽ പാപം ചെയ്തു നിന്റെ തെറ്റായ വഴികളിൽ നിന്നും നന്മയുടെ വഴികളിലേക്ക് നീ നീങ്ങേണ്ടതാണ്. എനിക്കിപ്പോൾ ദൈവാനുഗ്രഹം ലഭിച്ചിരിക്കുന്നു, ക്ഷമ ലഭിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ പൊട്ടപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞവരെ പറഞ്ഞിരിക്കുന്നു. യേശു ജീവിച്ചിരുന്ന നാടുകളിൽ യേശുവിനെ പറ്റി ആരോപണമുണ്ടായിരുന്നു. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നുള്ള ആരോപണം. കാരണം യേശു പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് പാപികളോട് സഹവസിച്ചുകൊണ്ട് അവരെ അനുതാപത്തിലേക്കും നന്മയിലേക്കും ഉയർത്താൻ വേണ്ടിയാണ്. പാപികളെ തേടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, നീതിമാന്മാരെ അന്വേഷിച്ചല്ല. നീതിമാന്മാരാണ്. ഞാൻ പാപികളെ അനുതാപത്തിലേക്കും മനസാന്തരത്തിലേക്കും നയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു പറയുന്നത്. യേശു ഫരിസേയന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്ന ഫരിസേയന്റെ പേര് പറയുന്നു. ആ ഫരിസേയന്റെ വീട്ടില് ഭക്ഷണത്തിനിരിക്കുന്ന യേശു ആ വീട്ടിൽ ചെന്നപ്പോൾ സാധാരണയുള്ള ആതിഥ്യ മര്യാദകൾ പാലിക്കപ്പെട്ടില്ല. ആരുകൾക്ക് വെള്ളം കൊടുക്കേണ്ടത് വെള്ളം കൊടുത്തില്ല. സ്നേഹചുംബനം കൊണ്ടാണ് ഗുരുവിനെ വീട്ടിലേക്ക് ആദരവോടെ സ്വീകരിക്കേണ്ടത്, അത് ചെയ്തില്ല. പിന്നെ സമ്പന്നരായ വ്യക്തികള് ഗുരുവിനെ ഭവനത്തിൽ സ്വീകരിക്കുമ്പോൾ സുഗന്ധതൈലം തലയിൽ പൂശുന്ന പതി കൊണ്ട് അതും ചെയ്തില്ല. ഒരു അടക്ക സ്വഭാവത്തോടു കൂടിയാണ് പരീശനായ വ്യക്തിയാണ്, പേര് പറയുന്നില്ല, ഇവിടെ ഇയാൾ സ്വീകരിച്ചത്. അപ്പോൾ ആ അവസരത്തില് പാപിനിയായ സ്ത്രീ അവിടെ കടന്നു വരികയാണ്. പേര് പറയുന്നില്ല. പാപിനിയായ സ്ത്രീ അവൾ വന്നു. യേശുവും ശിഷ്യന്മാരും അതിഥികളും ഒക്കെയുണ്ട്. അവൾ വന്നത് യേശുവിന്റെ കാൽക്കൽ വീണു. അവൾ കരയാൻ തുടങ്ങി. അവൾ കരഞ്ഞു. കണ്ണീർ കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ കഴുകി. അവളുടെ തലമുടി കൊണ്ട് തുടച്ചു. അവൾ കൊണ്ടുവന്നിരുന്ന സുഗന്ധതൈലം യേശുവിന്റെ പാദം പൂശി. ഇത് കണ്ടപ്പോൾ ഫരിസേയനായ പ്രമാണിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഫരിസേയൻ പറഞ്ഞത് ഇതാണ്, ഉള്ളിൽ ചിന്തിച്ചത് എങ്ങനെയാണ്, തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്ന് ഏത് തരക്കാരിയെന്ന് ഈ പ്രവാചകനായ ഗുരുവായ യേശു അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊടുക്കുമായിരുന്നു. യേശു അതിന്റെ ഒരു മറുപടി.
സമ്പന്നനായ ഒരു മനുഷ്യന് പണം കടമെടുക്കുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യൻ ഒരാൾക്ക് 50 ദിനാറാ കൊടുക്കും. 1 ദിനാറാ ഒരു ദിവസത്തെ കൂലി. വേറെ ആൾക്ക് 500 ദിനാറാ കൊടുക്കും. ഒരു 2 പേരും വന്ന് യജമാനിന്റെ അടുക്കൽ ഒന്ന് പറയുകയാണ്, കിട്ടാനായിട്ട് നിൽക്കിയില്ല, കടം വിളച്ചില്ല. നല്ലവനായ യജമാനൻ 2 പേർക്കും വിളച്ചു കൊടുക്കുകയാണ്. 500 ദിനാറാ കടപ്പെട്ടവനും 50 ദിനാറാ കടപ്പെട്ടവനും ദേശി ചോദിക്കുകയാണ്, ആർക്കായിരിക്കും കൂടുതൽ സ്നേഹമുണ്ടായിരിക്കും, നന്ദി ഉണ്ടായിരിക്കുക? അപ്പോൾ അവര് മറുപടി പറഞ്ഞു, ആർക്കാണ് കൂടുതൽ ഇളച്ചു കൊടുത്തവൻ, ആർക്കാണ് കൂടുതൽ ഇളച്ചു കിട്ടിയത്, അവരാണ് കൂടുതൽ നന്ദിയും സ്നേഹവും ഉണ്ടായിരിക്കുക എന്ന് മറുപടി യേശു പറഞ്ഞു. നിങ്ങൾ ശരിയായിട്ട് തന്നെ ഉത്തരം പറഞ്ഞു എന്ന് യേശു പറയുകയാണ്. യേശു ഫരിസയരോട് പറയുന്നുണ്ട്, ഞാനിവിടെ വന്നു, ഉചിതമായ രീതിയിൽ എന്നെ സ്വീകരിച്ചില്ല, കാൽ കഴുകാൻ എനിക്ക് വെള്ളം തന്നില്ല, എനിക്ക് ചുംബനം നൽകി എന്നെ സ്വീകരിച്ചില്ല. എന്നാൽ ഇവള് എന്റെ പാദങ്ങൾ കണ്ണീർ കൊണ്ട് കഴുകി, അവിടെ തലമുടി കൊണ്ട് എന്റെ പാദങ്ങൾ തുടച്ചു, സുഗന്ധതൈലം കൊണ്ട് എന്റെ പാദങ്ങൾ അഭിഷേകം ചെയ്തു. അവളിത് ചെയ്തത് അധികം സ്നേഹിച്ചതുകൊണ്ടാണ്. അധികം സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ അനവധിയായ പാപങ്ങളോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ യേശു പറയുക, സമാധാനത്തിൽ പോവുക, ശാന്തമായിട്ട് പോവുക, നീ തെറ്റായ ജീവിതശൈലികൾ വെടിഞ്ഞ് പുതിയ വഴികളിലൂടെ, നന്മയുടെ വഴിയിലൂടെ നടന്നു നീക്കുക എന്ന് യേശുവോട് ആഹ്വാനം ചെയ്തവരെ പറഞ്ഞ് സമാധാനത്തോടെ കഴിക്കുക. വിശുദ്ധ ക്രിസ്തോസ്റ്റം സഭാപിതാവ് പറയുകയാണ്, പാപിനി അനുതാപം നിറഞ്ഞ ഹൃദയവുമായ രക്ഷകന്റെ അടുത്തെത്തി. അവരുടെ ഹൃദയമാകുന്ന കൽഭരണി നിറയെ സ്നേഹവും അനുതാപവുമായിരുന്നു. വിശിഷ്ടം പറയുന്നത്, പാപിനി അനുതാപം നിറഞ്ഞ ഹൃദയവുമായ രക്ഷകന്റെ അടുത്തെത്തി. അവരുടെ ഹൃദയമാകുന്ന കൽഭരണി നിറയെ സ്നേഹവും അനുതാപവുമായിരുന്നു എന്ന് സഭാപിതാവായ വിശുദ്ധ ക്രിസ്തോസ്റ്റം പറയുന്നുണ്ട്. അപ്പോൾ യേശു അവരോട് പറയാൻ ഇങ്ങനെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ യഹൂദന്മാരുടെ ചിന്ത, പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ, പിന്നെ പ്രവാചകനായ ഗുരുവായ യേശു എങ്ങനെയാണ് പാപങ്ങൾ ക്ഷമിക്കുന്നത്? അപ്പോൾ യേശു മനുഷ്യപുത്രന് പാപങ്ങൾ മോചിക്കാനായിട്ട് അധികാരമുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി യേശു സൗഖ്യം നൽകിയപ്പോൾ, നിരവധി ആളുകൾ സൗഖ്യം നൽകിയപ്പോൾ യേശു പറഞ്ഞ വാചനം, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ രോഗങ്ങൾ സൗഖ്യമാക്കി ശാന്തമായിട്ട് പോവുക, നിനക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. സ്ത്രീയോട് പറഞ്ഞതിന്റെ വിശ്വാസം ലക്ഷ്യം, നീ സമാധാനത്തോടെ പോവുക, സമാധാനത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാളായിട്ട് നമുക്കറിയാം, വിശ്വാസ പ്രമാണത്തിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ആ ഏകദൈവത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പരിശുദ്ധത്വം എന്ന് പറഞ്ഞാൽ ഏകദൈവത്തിൽ 3 ആളുകൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സഭ പഠിപ്പിക്കുന്നുണ്ട്, വിശ്വാസം നമ്മൾ ഏറ്റിരിക്കുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകത്വമുള്ള കർത്താവായ യേശു മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. പരിശുദ്ധത്തിൽ ഓരോ പ്രാവശ്യവും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റു പറയുകയാണ്. വിശുദ്ധ അത്തനേഷ്യസ് പറയുകയാണ്, പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അത്തനേഷ്യസ് പറയുന്നത്, പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെ പുസ്തകത്തിൽ പറയുന്നത്, ദൈവം പറഞ്ഞു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് സൃഷ്ടിയുടെ പുസ്തകത്തിൽ പറയാണ്. God created man in his own image and similitude. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ.
മഹത്വമുള്ള മനുഷ്യൻ, എല്ലാ സത്യജാനങ്ങൾക്കും ഉപരിയായിട്ട് മഹത്വമുണ്ട്. നിത്യജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ട മനുഷ്യൻ, സ്വർഗീയ സൗഭാഗ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം സ്വന്തം ചായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുത്തും സൃഷ്ടിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പിതാവ് അറിയാതെ ഒന്ന് പുത്രൻ ചെയ്യുന്നു. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കാനാണ് ലോകത്തിലേക്ക് വന്നത് എന്ന് യേശു പറയുന്നു. പിതാവിന്റെ ഹിതം നിർവഹിക്കുകയാണ് എന്റെ ആഹാരം എന്ന് യേശു പറയുന്നു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പുത്രനായ യേശു പറയുന്നു. പിന്നെ എങ്ങനെയാണ് പിതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് ഫിലിപ്പോസിനോട് ചോദിക്കുന്നു. പുത്രനെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു. ഇവർക്കും ഒരേ മഹത്വമാണ്. സമർപ്പിക്കുന്നു തീയരുന്നു. പൗലോസ്ലീഹ പരിശുദ്ധ തൃത്വത്തിന്റെ സ്തുതിഗീതം ആലപിക്കുന്നുണ്ട്. പരിശുദ്ധ തൃത്വത്തിന്റെ അത് ചൊല്ലിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ ഇതിനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.